ഹരി ഓം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ പതിവ് പോലെ നേരത്തെ എണീറ്റു. വ്യാഴാഴ്ച ആയതുകൊണ്ട് കുളി കഴിഞ്ഞു, ഭഗവാന്മാരെ തൊഴുതു, വിളക്ക് വെച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞു. അവരാണല്ലോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യവും. ഇനി നേരെ അടുക്കളയിലിട്ടു. അപ്പോൾ ഇന്ന് മോർണിംഗ് റൂട്ടീൻ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയാണ്, അത് കുഴയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ്, നമ്മൾ ഉരിക്കുന്ന ഗ്രീൻ പീസാണ്, പച്ച ഫ്രഷ് ഗ്രീൻ പീസ്, അതും ഒരു ഉരുളക്കിഴങ്ങും കൂടെ മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇത് വഴറ്റി അരയ്ക്കാനുള്ളത് ഉള്ളി, തക്കാളി, ഇത് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ഒരുമിച്ച് അരച്ച് വയ്ക്കുകയാണ് ഞാൻ. പിന്നെ തേങ്ങ, ഗരം മസാല കഴിഞ്ഞു, അതുകൊണ്ട് ജീരകം, പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഒരു 2 സ്പൂണ് 2.25 സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണിന് മേലെ മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടെ വഴറ്റേണ്ടതാണ്. ഇത് ആദ്യം വഴറ്റിയിട്ട് പിന്നെ ഇതെല്ലാം വഴറ്റി അരച്ചിട്ട് ഇത് കടുക് വറുത്ത് ഇതാക്കി കൊട്ടേണ്ടതാണ്. കടുക് വറുത്തിടേണ്ടതാണ് അവസാനം. പിന്നെ അലങ്കാരത്തിന് ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് കൊത്തമല്ലി തഴ. അപ്പം അങ്ങനെ പാന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ കൊളുത്തി പാൻ ഓൺ ചെയ്ത് വെച്ചു. പിന്നെ തുടങ്ങാം. ഉച്ചയ്ക്ക് എന്നും ഓർഡർ ഉണ്ട് സ്കൂളിൽ നിന്ന്. അപ്പോൾ അവിടേക്ക് ഇന്നിപ്പോൾ ചക്ക സാമ്പാറും അവരയ്ക്ക തോരനും ബ്രിഞ്ചോൾ ഒരു തരത്തിലൊരു മസാല പോലെ വഴറ്റിയിട്ടുള്ള ഒരു കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അത് പിന്നത്തെ വ്ളോഗിൽ വരുന്നതാണ്. കുറച്ച് നേരം കഴിയും അത് ചെയ്യാൻ. അപ്പോൾ മോർണിംഗ് റൂട്ടീൻ ആദ്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ചെയ്തോട്ടെ. ഓക്കെ, അപ്പം നമുക്ക് കിടക്കാം അല്ലേ. അപ്പം ആദ്യം വന്നിട്ട് തക്കാളി, ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത് വഴറ്റി. അപ്പോൾ ഇത് കുറച്ച് ഒന്ന് പതിപോലെ ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതും കൂടെ ചേർത്ത് വഴറ്റാം. ഇനി ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ചേർക്കാം. ഒന്നിച്ച് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വിസിലിട്ടാൽ മതി കുക്കറിൽ. ഒരൊറ്റ വിസിലിൽ ഓഫായി നമുക്ക് കുറുക്കി എടുക്കാം. ജീരകം, പട്ട, പെരുംജീരകം, ഏലക്ക ഇതിട്ട് എടുക്കുക. അതിനുശേഷം തേങ്ങ, കറിവേപ്പില, ഈ പൊടികൾ, പിന്നെ തേങ്ങ, കറിവേപ്പില. ഇനി ഇതിൽ എടുത്ത് വച്ചിരിക്കുന്ന 3 പൊടികൾ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. പണി എളുപ്പമാണ്, നല്ല രുചിയാണ്. കാരണം ഉണക്കപ്പട്ടാണിയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഇതതില്ല. ഫ്രഷ് പീസാണ്. ഇനിയിപ്പോൾ 20-ാം തീയതി വരെ എനിക്ക് സ്കൂളിൽ നിന്ന് ഓർഡർ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ വേറെ വീടുകളിൽ നിന്ന് ഓർഡർ ഉണ്ട്. അത് 3 നേരവും ഉണ്ട്. സ്കൂളിൽ നിന്ന് 1 നേരമേ ഉള്ളൂ. അപ്പോൾ വറുത്ത് നമുക്ക് എല്ലാം കഴിഞ്ഞ് അരച്ച് കൊണ്ടുവരാം. ഓക്കെ, പൊടികളൊക്കെ ഇട്ട് വറുത്തെടുത്തിട്ട്. അപ്പോൾ ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ഉണ്ട് കേട്ടോളൂ. ഒരുമിച്ച് ഇത് വറുത്ത് നല്ലോണം. ഒത്തിരി എണ്ണ കുറവാണ്, കുറച്ച് എണ്ണ വയ്ക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കാറാൻ തുടങ്ങും. നല്ലോണം ഒന്ന് വഴറ്റി എടുത്തിട്ട് വരാം. ഇത് ഗരം മസാല കഴിഞ്ഞു, പൊടിച്ച് വെക്കണം. ഇനി കുറച്ച് ഗരം മസാലയ്ക്കുള്ള സാധനങ്ങൾ 1-2 കുറവാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഒന്ന് പൊടിച്ച് വെക്കണം. കാരണം എനിക്ക് എന്നും വേണ്ടതാണത്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഓർഡർ ആയിരുന്നല്ലോ, ചിക്കനും അതും ഇതുമൊക്കെ. അതുകൊണ്ട് അത് പെട്ടെന്ന് തീർന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഡയറക്റ്റായിട്ട്. ഞാനിങ്ങനെ ചെയ്യാറില്ല,
ഞാൻ പൗഡർ യൂസ് ചെയ്യാം. പക്ഷെ ഇന്നിപ്പോൾ വേറെ വഴിയില്ല, അതുകൊണ്ട് ഇതാവാം. അപ്പോൾ ഓക്കെ, നമുക്കിത് അരച്ചിട്ട് ബാക്കി ഇത് കൂട്ടി ഇതാക്കിയെടുക്കാം. ഓക്കെ, ബൈ. അപ്പോൾ കടുക് വറുത്തു. ഇനിയിപ്പോൾ ഇതിനെ വറുത്ത് ഉള്ളിയും തക്കാളിയും കൂടെ വറുത്ത് അതിൽ കൊത്തണം. ബാക്കി അതെല്ലാം കൂടെ ചേർത്ത് കുക്കറിൽ ഉണ്ടാക്കാം. അപ്പോൾ കറിയായി. ഇനി അതിനെ കാസറോളിലേക്ക് ഒഴിക്കണം. മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കണം. കാസറോളിലേക്ക് ഒഴിക്കാം. കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇതാവണം. അപ്പോൾ എന്താ, ഉള്ളി, തക്കാളി, ജീരകം, കടുക്, പെരുംജീരകം ചേർത്ത് വഴറ്റിയ കൂട്ട്, നല്ല ടേസ്റ്റിയുള്ള ഗ്രീൻ പീസ് മസാല. നേരത്തെ ഇട്ട് കുറച്ച്, എന്നാലും കുറച്ചും കൂടെ കൊത്തമല്ലി. മസാല റെഡി. ഇനി ചപ്പാത്തി ആവണം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ ഇതാണ്. നോക്കാം ടേസ്റ്റ്. മതി, ഉപ്പ് മതി. അതൊന്നും വലിയില്ല. ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.